ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. നമ്മളെ യൂട്യൂബിൻ്റെ ആൾക്ക് നമ്മളെ മറന്നിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിന് എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ബാഗ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ ബാഗ്? ഞാൻ കാസ്റ്റോട് നോക്കിയിട്ടില്ല, എനിക്ക് ഭയങ്കര ലൈക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാഗെല്ലാം ഞാൻ മേങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീറ്റപ്പിന് പോകാനുണ്ട്. അതുകൊണ്ടില്ല രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വരുന്നുണ്ട് മാമാൻ്റെ അടുക്ക്. എല്ലാവരും ബ്ലാക്ക് തീമാക്കണമെന്ന് ഇട്ട് ചിലട്ട് അങ്ങനെ മുമ്പേ പ്ലാനെല്ലാം ആക്കിയിട്ടല്ലേ മീറ്റപ്പ് ആക്കുന്നത്. എല്ലാവരും ബ്ലാക്കിൽ തന്നെ വന്നിട്ടുണ്ട്. പുഡിങ് മത്സരമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുഡിങ്ങെല്ലാം ഉണ്ടാക്കി കൊടുന്നതിന് ഫസ്റ്റ് വന്നവരെല്ലാം വീഡിയോ ഇടുന്നുണ്ട് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്ക്. നമ്മളെത്തിയിട്ടുണ്ട്, നിങ്ങൾ എത്തിയിട്ടില്ല. നമ്മളെത്തിയിട്ട് നല്ല വിടുന്നതും പാട്ട് പാടുന്നതും ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോരാൾ ഓരോരോ ഐറ്റം ആക്കിയിട്ട് പുഡിങ്, അച്ചാറ്, പിന്നെന്താ ഉപ്പിലിട്ടത്, ആ സംഭവങ്ങളെല്ലാം കൂടുന്നതിന് ഒരുക്കങ്ങളെല്ലാം റെഡിയാകുന്നുണ്ട്. ഫുഡ് ബിരിയാണി അങ്ങനത്തെ ചിക്കൻ ഫ്രൈ, കച്ചമ്പറ അതെല്ലാം പുറത്തുനിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായി. അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല ബത്തൊക്കെ സർവത്തില്ലേ അതെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. പിന്നെ പാട്ട് ബോക്സ്, കളിയും ചിരിയും. പിന്നെ മീറ്റപ്പ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, സമ്മാനമായി, മത്സരമായി, കളിയായി, ചിരിയായി എന്നിട്ട് ഏകദേശം രാത്രി 10-11 മണി വരെ ഇതിങ്ങനെ ഉണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ആങ്ങൾക്ക് ഒരു ഗിഫ്റ്റെല്ലാം ആക്കിയിട്ടുണ്ടായി. നമ്മൾ പെങ്ങന്മാർ മാറാളൊത്തിട്ട് പക്ഷേ അള്ളാഹുവിന് നല്ലൊരു അടിപൊളി ഗിഫ്റ്റെല്ലാം ആക്കിയിട്ടെല്ലാം ഉണ്ടായി. അങ്ങനെ ഇതിൽ ഈ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾ കാണുന്ന ഫങ്ഷൻ തന്നെ അതിൽ നമ്മളെ മീറ്റപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ അളപ്പാൻ്റെ മോൻ്റെ സുന്നത്തിന് പോയ സംഭവമുണ്ട്. പിന്നെ അഫ്സറുൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ സുന്നത്തിന് പോയ സംഭവമുണ്ട്. പിന്നെ പെങ്ങളമോളം മംഗലം, ഹെൽദി, മഞ്ഞമംഗലം, മൈലാഞ്ചി, പുതിയാപ്പിള വരുത്ത്, പുതിയാപ്പിള പൂവല്, എല്ലാ ഫങ്ഷനും ഇതിൽ തീർത്തവാ. ഇനി ഈ കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഫുഡും റെസിപ്പിയും എല്ലാം ആയിട്ട് വരാം. അപ്പോൾ ഇതിൽ ഫുള്ള് ബിസി ആയിരുന്നു, 1 മാസം ഫുള്ള് ബിസി ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനിയില്ല റെസിപ്പി എന്നും പറയുന്നത് ഇനിയും ഉണ്ട്. മാഷാ പരിപാടിയെല്ലാം നമ്മളെ പോരെല്ലാം കൂടി ആവാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പുര കിട്ടുന്നുണ്ടെന്ന്. അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പിന്നെ അല്ലേ, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ അത് തുടങ്ങാനുണ്ട് മാഷാ അല്ലാ. അപ്പോൾ അതാ നമ്മൾ ആങ്ങൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റെല്ലാം ആക്കിയിട്ടുണ്ട്. അതിന് ഗിഫ്റ്റിന് ചെറുത് വലുത് നല്ലതല്ല അല്ലേ, നമ്മൾ പിരിസത്തോടെ കൊടുക്കുന്നത് എന്തും ഒരു വലുത് തന്നെ അല്ലേ. അങ്ങനെ കസേരക്കളിയും പാട്ടും ഡാൻസും ക്വസ്റ്റ്യൻ ചോദിക്കലും ഓരോരാളെ അനുഭവം പറച്ചിലും എന്ത് മനസ്സിലുള്ളത് പറയലും അങ്ങനെ എന്തെല്ലാം ആയിട്ട് നല്ല മജയുണ്ടായിന്. മീറ്റപ്പിൻ്റെ ഒരു എന്താ അത് നല്ലൊരു വൈബായി നമുക്ക്. അപ്പോൾ വേറെ റിസോർട്ടിൽ വെക്കാം, ആടെ വെക്കാം, മറ്റേ അടുത്ത് വെക്കാം എന്നെല്ലാം പറഞ്ഞു ഞാൻ ഫസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും പകുതി ആൾക്കും ഇഷ്ടമുണ്ട് മാമാൻ്റെ പുര. നമ്മൾ പണ്ടത്തെ ഒരു ഓർമ്മകളെല്ലാം ഉള്ള നമ്മളെ മാമാൻ്റെ പുര അല്ലേ, ആടെ തന്നെ മതി എന്നിട്ട് പിന്നെ നമ്മളെ മാമാൻ്റെ തറവാട്ടിൽ തന്നെ ആക്കിയതാണ് നോക്കറല്ലേ. അങ്ങനെ പുഡിങ് മത്സരമായിട്ട് മാഷാ അല്ലാ എല്ലാവരും പലതരത്തിലുള്ള പുഡിങ് എല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്നിന്. ഞാനും കൊണ്ടുപോയിന് ഒരു പുഡിങ്. എൻ്റെ മോളെ ഏട്ടത്തിമാർ അനിയത്തിമാർ എല്ലാവരും കൊണ്ടുവന്നിന് പുഡിങ്ങെല്ലാം. എല്ലാം ഫൈനൽ ഇതാ പാട്ടും കളിയും ഒപ്പനയും ഡാൻസും അളപ്പാവും മെളാമാവും മുത്തമ്മാവും കുഞ്ഞുമ്മാവും മറ്റേ മറിച്ച മക്കളെ അതിൻ്റെ പുള്ളിമക്കൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഉണ്ടായിട്ട് അടിച്ച് പൊളിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് നമ്മളെ പ്രൊഫഷണൽ വിട്ടിട്ട് കളിയില്ലല്ലോ, ഓർഡർ ഉണ്ടായിന്. ആ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇടയിലിടയിൽ കുറേ ഓർഡർ മിസ്സാക്കിന്. എന്നാലും ഞാൻ കഴിഞ്ഞ അത്ര ഓർഡർ എടുക്കും. ഓർഡർ വിട്ടിട്ട് നമുക്ക് ഒരു പോക്കും ഇല്ല, ഒരു ടൂറും ഇല്ല, ഒരു ഫങ്ഷനും പരിപാടിയൊന്നുമില്ല അല്ലേ. ഇത് നമ്മളെ വലം കയ്യാന്ന് ഈ ഓർഡർ. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ അല്ലേ. അങ്ങനെ എല്ലാ ഐറ്റമും ഉണ്ടായിന്. ഇത് പുതിയ ആപ്പിളിൻ്റെ രാത്രിക്കത്തെ ഓർഡറെന്ന് തോന്നുന്നു. ഒരാഴ്ചയെല്ലാം കഴിഞ്ഞ് ഇത് കൊടുത്തിട്ട് എന്തെന്നൊക്കെ ഓർമ്മയില്ല ശരിക്കും. അപ്പോൾ ഇതിൽ പുളിവാളം, ഫ്രൈഡ് റൈസ്, ഫുൾ ചിക്കന്, പുഡിങ്, സ്നാക്സ് ഐറ്റം, പിന്നെ ബീഫ് കറി, ബട്ടർ ചിക്കന്, അങ്ങനെ പല ഐറ്റമും ഉണ്ടായിനെല്ലാം. അപ്പോൾ അതെല്ലാം ഇതിന് നമുക്ക് എന്ത് ഫങ്ഷനോ പരിപാടിയോ തിരക്കോ ബിസി ഉണ്ടെങ്കിൽ ഈ ഓർഡർ എടുത്തന്നെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കണമല്ലോ. നമ്മളൊരു വിശ്വസിച്ചിട്ടല്ലോ നേരെ തരുന്നത്. അപ്പോൾ ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെ ആക്കിയിട്ട് മാഷാ അല്ലാ അതിൻ്റെ ഡെലിവറിക്കുള്ള ആളെല്ലാം വന്നിട്ടുണ്ടായിന്. ഇതൊരു ദിവസം രാത്രി കൊടുക്കാനുള്ള ഓർഡർ ആയി. അപ്പോൾ ഞാൻ ബാബി അനിയൻ്റെ ഓള് മച്ചിൻ്റെ മോളപ്പം ഉണ്ടായിന്. മംഗളത്തിന് മുമ്പ് ഒരു 4 ദിവസം മുമ്പ് കൊള്ളിടെ തന്നെ ഉണ്ടായിന് അറിഞ്ഞാൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു സുന്നത്ത് മംഗലം ഉണ്ടായിന്. പിറ്റേ ദിവസം അതിന് പോയിട്ട് നല്ല വിറ്റുണ്ട്. ഈ കേക്കില്ല ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് ചേഞ്ച് ആക്കിയത്. അതിൻ്റെ അടുത്ത് ബോക്സും ബോർഡും ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ കേക്കിൻ്റെ ടിന്നിൽ തന്നെ വെച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ ബോർഡും ബോക്സും കുമ്പളെന്ന് മേങ്ങിയിട്ട് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ ഞാൻ ബേബിനെ എന്താക്കിയില്ല ഡിക്കിയിലിട്ടിന് ബെൽച്ചറിനായിട്ട് അതങ്ങനെ കരിഞ്ഞുകൊണ്ടുണ്ടായി.
അങ്ങനെ കേക്കെല്ലാം പിള്ളേരെ ഫോട്ടോ എല്ലാം ആക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുപോയിന്. പക്ഷേ അത് കേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. ഇതാണ് ഫ്രണ്ടിൻ്റെ മൂന്ന് രണ്ട് മക്കളെ സുന്നത്തുണ്ടായിന്. എന്താ ചെറുതും അതൊന്നും വലുതും അഞ്ഞി. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ കുറേ ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ചക്ക് പോകാൻ കഴിഞ്ഞില്ല, ഓർഡർ ഉണ്ടതുകൊണ്ട് രാത്രി അഞ്ഞു പോയത്. നമ്മൾ ഒരു 6-7 മണി അതിന് പോകുമ്പോൾ മഷാല കുറേ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. മറ്റേ സുന്നത്തിന് ഉണ്ട് തന്നെ മലയല്ലേ അല്ലേ, അതെല്ലാം ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സെല്ലാം നോക്കിയിട്ടുണ്ടായിനിതാ. ബേബിക്ക് ഒരു കാറെല്ലാം മെയിന് മഷാല. അപ്പം തന്നെ അവിടെ ഓൻ്റെ ഡ്രസ്സും ഓൻ്റെ ഷൂസും ഓൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അത് നല്ലല്ലേ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. നമ്മൾ കുറേ ചെക്കാക്കി നോക്കി, സ്കൂട്ടിയും ബൈക്കും കാറും നല്ലതായിട്ട് അങ്ങനെ ചെക്കാക്കിയിട്ട് എല്ലാം തോന്നാന്ന് ഞാൻ എടുത്തത് കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിലെല്ലാം പോയിട്ടുണ്ടായിന് ചായക്കഥക്കെല്ലാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നു. ടയേർഡായിട്ടുണ്ടായിന് അതിലെല്ലാം പോയിട്ട്. പിന്നെ അവിടെ നിന്നൊരു ഡെസേർട്ടും പിന്നെ ഫുഡും എന്തെല്ലോ കഴിച്ചിന്. ഓരോന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് അന്ന് രാത്രി വന്നു. ഇത് ഏകദേശം ഒരു 10 ദിവസത്തെ വീഡിയോ എന്തോ ഒന്നിച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു ദിവസം 2 ദിവസം മാത്രമല്ല, അങ്ങനെ പകുതി ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതെന്തറിയോ, ഇത് അളമ്പാൻ്റെ മോൻ്റെ സുന്നത്ത് മംഗലം. അതിനും അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മ ഉപ്പാൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഒന്നിതാകുമ്പോൾ അങ്ങനെ ഒന്നിച്ചിട്ട് കൂടിയിട്ട് നല്ലൊരു പുൽസിൻ്റെ ഫാമിലിയാണ്. ഉമ്മാൻ്റെ ഫാമിലി ഒരു സൈലൻറ്റ്, അങ്ങനെ ഒരു ഇതൊന്നുമില്ല അവർക്ക് സൈലൻ്റ് ആയിട്ട് ഒരു അങ്ങനെ നമ്മളൊരു ചിരിയും കളിയും ഗോജിയും തുള്ളലല്ലോ ജാസ്തി. പക്ഷെ ഓർക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു സൈലൻറ്റ് ഫാമിലി. അങ്ങനത്തെ ഇതാണ് അളപ്പാൻ്റെ മോന്. ആ സുന്നത്തെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കൊരു ഓർഡർ ഉണ്ടായിന്. ഐശ്വര്യക്ക് ഒരു നല്ല ചോക്ലേറ്റ് കേക്ക് വേണം ഉണ്ടാക്കി കൊടുത്തിട്ടായതിനു ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ കഞ്ഞിക്കുടുക്കയിൽ പോയിട്ട് ഒരു ചോറെല്ലാം വെച്ചിരുന്ന് പറഞ്ഞാൽ അന്നുണ്ട് നമുക്ക് പുതിയായിട്ട് നല്ലൊരു അടിപൊളി നമ്മളെ പോരല്ല തന്നെ ഉണ്ടാക്കി. അങ്ങനത്തെ നമുക്കും കഴിയുമല്ലോ. എന്നിട്ടില്ലേ കുടുക്ക വാങ്ങിയിട്ടാന്നേ ഞാനൊരു എന്തിനോ ബിരിയാണിക്ക് എന്തോ യൂട്യൂബ് തുടങ്ങുന്നതിനല്ല മുമ്പ് ഒരു കുടുക്ക വാങ്ങിയിട്ട് എന്തിനോ വെച്ചിട്ടുണ്ടായിരുന്നു, എന്ത് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ കുടുക്കയിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 തരം മീനെല്ലാം വാങ്ങിയിട്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് വയ്ക്കാൻ നേരിട്ടില്ലേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് നല്ല മഴ വരുന്നത്. അപ്പോൾ ഈ മഴയും ചൂട് കഴിഞ്ഞും പറയണ്ട പൊളിയായിട്ടുണ്ടായിന്. കൂന്തൽ മസാലയും അയില ഫ്രൈയും മറ്റേ വെള്ളരീൻ്റെ ഒരു മഞ്ഞത്തണ്ണി ഉണ്ടായിന്. പിന്നെ സ്പെഷ്യലായിട്ട് മാങ്ങയും പിന്നെ മറ്റേ ചട്നിയില്ലേ മാങ്ങ ചട്നി ആക്കിയിട്ടുണ്ടായി. ചെമ്മീൻ റോസ്റ്റ് ഇല്ലേ അതും ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഇതിലൊന്ന് മിസ്സായിട്ടുണ്ട്, അത് മോരാന്ന്. തൈര് എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായി, നമുക്ക് മേങ്ങാനും മറന്നിട്ടുണ്ടായി. അതിന് പകരം നമ്മൾ മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ഉണ്ടായിന്. ബിരിയാണിയും മന്തിയും ഫ്രൈഡ് റൈസും റോസ്റ്റഡും ഒന്നുമല്ല, അതെല്ലാം ബാക്കിൽ ഈ കഞ്ഞിൻ്റെ അടുത്ത് ചൂട് കഞ്ഞിയും ചട്നിയും ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഓ മൈ ഗോഡ് പൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ആക്കി നോക്കാം. സംഭവം പൊളി തന്നെയാണ്. അങ്ങനെ ചോറെല്ലാം വെച്ചിട്ടായിട്ടില്ല. ഇന്നും ഉണ്ട് ഫംഗ്ഷന്, നാളെയുണ്ട്, മറ്റന്നേയുണ്ട്. ഈ ഒരു മാസമില്ല നമ്മൾ ഫംഗ്ഷന് കൊണ്ടൊരു കളിയാഞ്ഞാൽ. അങ്ങനെ ഡ്രസ്സ് പെങ്ങളെ മക്കൾ എന്നെ മംഗലാം എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യോ, വലുതിന് വേറെ ചെറുതിന് വേറെ മോന് മാപ്പിളക്ക് ഞങ്ങൾക്ക് എന്നിട്ട് കുറേ വട്ടം കാസർഗോഡ് പോയിന്. പിന്നെ ഈ വസ്ത്രം നാട്ടിൽ തന്നെ ഉണ്ടതുകൊണ്ടില്ലേ പക്ഷേ അത് പോകുന്നതിന് വരുന്നതിന് ഒരു ഇതുണ്ടായിട്ടാ ഇല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമായിട്ട് പിടിച്ചിട്ട് പോകേണ്ടി വരുന്നല്ലേ. അപ്പോൾ ഇത് വസ്ത്രം തന്നെ ഉണ്ടതുകൊണ്ടില്ലേ വിചാരിക്കുമ്പോൾ രാത്രിയോ പകലോ ഉച്ചക്കോ രാവിലെ എന്നിട്ടില്ല ഈ ഓർഡർ കൊടുക്കുന്ന കണ്ടു വെച്ചിട്ട് ഇറങ്ങുന്ന തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടായതിനു ശേഷമാണ്. പിന്നെ ക്ലീനാക്കിയിട്ട് ഒരിക്കലും പോകാനില്ലെന്നുണ്ടെങ്കിലേ പിന്നെ പോക്ക് നടക്കില്ല. എന്നിട്ടില്ലേ ഓർഡർ കൊടുത്തതും ചാവിട്ടിട്ട് പോയതും തന്നെയാണ് സംഭവം. നല്ല മജ ഉണ്ടായിന് മാഷാഅല്ലാ. ഇനി മംഗലവും കഴിഞ്ഞ് പിന്നെ അസ്രു ഇൻഷാല്ലാ പോകാനായി. ഇനി ബോറടിക്കുന്ന നാളുകളാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ കഞ്ഞിയെല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ നമുക്ക് പിന്നെ ഒന്ന് ടൗണിൽ പോകാനും ഉണ്ടായിരുന്നു. ടി വി നോക്കിയിട്ടുണ്ടായി. നമ്മളിവിടെ ടി വി ഉണ്ടായിട്ടാ ഞങ്ങൾക്കൊരു ഇഷ്ടമില്ല ടി വി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഉണ്ട്, അത് ടി വി തന്നെയാണ്. അപ്പോൾ ടി വി പിന്നെ പിള്ളേർ മൊബൈൽ തന്നെ ഇതാക്കണ്ടെന്നിട്ടില്ല ഇപ്പോൾ ഒന്ന് വെക്കാന്നിട്ട് ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല മഴയെല്ലാം ഉണ്ടായി. കുറച്ച് മഴയെല്ലാം നനഞ്ഞതിന് ശേഷം പായം കിട്ടിയിട്ടുണ്ടായിന്. ഉപ്പിലിട്ടിട്ട് പായവും ചെറുക്കിയ ഉപ്പും പായെല്ലാം തോന്നിട്ടതിന് ശേഷം ഇല്ലേ നമ്മൾ ഇത് മേങ്ങിയിട്ടുണ്ടായിന്. ടി വി മേങ്ങുമ്പോൾ തന്നെ എയർ ഫ്രയറിൽ എന്ത് വെക്കുന്നേ എന്നിട്ടില്ല ഒന്ന് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തു. എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഫസ്റ്റ് തന്നെ മീനിനെ വേണ്ട എന്നിട്ട് പിന്നെ അസ്രൂക്ക് ഒന്ന് നമ്മൾ ടെസ്റ്റ് ആക്കിയിട്ട് നോക്കാമല്ലോ ഒന്ന് മീൻ ഫ്രൈ ആക്കിയിട്ടല്ല എടുത്തതാണ്. അതിൻ്റെ നേരെ ഉപയോഗവും കാര്യങ്ങളെല്ലാം
ഞാൻ നിങ്ങൾ കാണിക്കാവേ. അപ്പോൾ ഞങ്ങൾ മംഗലത്തിനെല്ലാം പോകുമ്പോൾ നല്ല പപ്പായെല്ലാം കളറായിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ. അതിനെല്ലാം പറിച്ചിട്ടായതിനു ശേഷം പോകാൻ നിന്നിട്ടില്ലേ പിന്നെ ഇങ്ങനെ ഒരുങ്ങുന്നതാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന്. ആ ഓർഡറും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഒരു വരാമെന്ന് പറഞ്ഞിന് അവർക്ക് തന്നെ. അത് കൊടുത്തിട്ടായതിനു ശേഷം ഉമ്മാൻ്റെ ഭാവിൻ്റെ എല്ലാം നൈറ്റി ഡ്രസ്സ് ചുരിദാറെല്ലാം ഷേപ്പാക്കാനും ടൈറ്റാക്കാൻ അടിക്കാൻ കൊടി മടുക്കാനെല്ലാം ഉണ്ടായിന്. അതെല്ലാം മടക്കിയിട്ടായിട്ട് പിന്നെ നമ്മൾ പോയി ടൗണിൽ പോയിട്ട് എൻ്റെ സാരി സെറ്റാക്കാനും അസുറുക്ക് ഇങ്ങനെ എല്ലാം ഞാൻ സോപ്പിട്ടിട്ട് ദമ്മ ഇട്ടിട്ട് ഒരു കോട്ടെല്ലാം സെറ്റാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇടല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ എല്ലാം സോപ്പിട്ടിട്ട് എന്നിട്ട് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പർച്ചേസ് എല്ലാം കഴിയുമ്പോൾ ഏകദേശം ഒരു 3-4 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബിരിയാണി വേണ്ട ആയിരിക്കും എന്നിട്ടുണ്ട്. അതിന് മംഗലെല്ലാം വരുമ്പോൾ ബിരിയാണി തന്നെയല്ല കുറേ ദിവസം വെറും ചോറ് തന്നെ വയ്ക്കാനും നോക്കും 3 മണിയാകുമ്പോൾ ചോറെല്ലാം കഴിഞ്ഞിന്. ബിരിയാണി പൊറോട്ട അത് മാത്രം ഉണ്ടായിരുന്നിട്ടില്ലേ. പിന്നെ ബിരിയാണി തന്നെ കഴിക്കലാന്ന്. മാഫന്നെ ഫുള്ള് മെയിൻറ്റ് ആർക്കൊരു ഇതില്ല വേണമെന്നില്ല. നല്ല പാല എല്ലാം റാഫ് മെയിറ്റ് അങ്ങ് ഇങ്ങ് ഷെയർ ആക്കിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഒരു കുലിക്കെല്ലാം കഴിച്ചിട്ടായതിന് ശേഷം ഒരു അവിൽ മിൽക്കെല്ലാം മെയിൻറ്റ് ഉണ്ടായിന്. ഈ ചൂടിനില്ല നമുക്കിങ്ങനെ ചോറ് ഇതൊന്നും കഴിക്കാൻ ഒരു ഇതില്ലല്ലോ. അപ്പോൾ തണുത്തതാകുമ്പോൾ എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അനക്കായെങ്കും മക്കൾക്കും ആർക്കായെങ്കിലും തണുത്തതോട് ഭയങ്കര ക്രേസാണത്. അധികം ആൾക്കുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഭയങ്കരമാണ് തണുപ്പിനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെതാ പുതിനാടീൻ്റെ ബ്രൈറ്റ് ടു ബി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ അവൾ കുറേ അടയുടെ എല്ലാം പഠിച്ച് കോളേജിലും അവിടെ ലെക്ചറായിട്ട് ഗവൺമെൻറ് കോളേജിലുണ്ടായിന്. അങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അങ്ങനെ ഓരോരുക്കും ഓരോരാളും ബ്രൈറ്റ് ടു ബി ആക്കിയിട്ടില്ലേ ഒരു 4-5-6 ബ്രൈറ്റ് ടു ബി എന്തോ ആക്കിയില്ല. നമ്മളെ കസിൻസ് വേറെ, ഓളെ ഉപ്പാൻ്റെ ഫാമിലീൻ്റെ ഓർത്ത് വേറെ, ഫ്രണ്ട്സിൻ്റെ വേറെ, അങ്ങനെ കുറേ ഉണ്ടായിന് 5-6 എന്തോ ബ്രൈറ്റ് ടു ബി. അതിനോക്ക് കുറേ ഡ്രസ്സും കേക്കൊല്ലാം കിട്ടീന് ഫസ്റ്റ് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇന്നും ഉണ്ടായി ഞങ്ങൾക്ക് ഓർഡർ. മെഹന്തി വെക്കുന്നൊന്ന് ചെറിയ ഓർഡറെല്ലാം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ അൽമിൻ്റെത് എടുത്തിട്ടാ. ചെറുങ്ങനത്തെ പുഡിങ് ഇതെല്ലാം കുറച്ചോ അത്ര പണിയില്ലല്ലോ. അതിനെല്ലാം എടുത്തിട്ട് ചെറിയൊരു 2 തരം സ്നാക്സ് ഉന്നക്കായി കായ്പോള അങ്ങനെയുള്ള അതിൻ്റെ എല്ലാം ഓർഡർ എടുത്തിട്ടുണ്ട്. വലിയ ഓർഡറൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം പോവാൻ റെഡി ആകുമ്പോൾ ഇല്ലേ രാവിലെ എണ്ണീൻ്റെ പണിയെടുക്കും. പിന്നെ അപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ മടിയായി. അപ്പോൾ ഞാൻ എന്താക്കി നീളത്തിൻ്റെ ഒരു വലിയൊരു ഓംപ്ലേറ്റ് തന്നെ ആക്കിയിട്ട് ഞാനും മക്കളെല്ലാം കഴിച്ചതാണ് സുറല്ലോ. എന്നിട്ട് ഇന്ന് ബംഗളൂടെ പോയിട്ട് അമ്പാടെ ഇന്ന് LD ആയിരുന്നു. അപ്പോൾ അവിടെ പോകാനെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ രാത്രി ഹോളിലേ പൊന്നെടുക്കാൻ പോയിട്ട് പൊന്നിൻ്റെ കൂടെ തന്നെ ബാക്കി ഏകദേശം 8-9 മണി വരെ. അത് വന്നിട്ട് അതിന് ശേഷം LDയും സംഭവങ്ങളും വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം അവളെ ഫ്രണ്ട്സും പിന്നെ കാക്കാൻ്റെ മോളുമാണ്. മോളെ വീഡിയോയിലെല്ലാം കണ്ടിട്ടില്ലേ, ഓളാണ് മൈലാഞ്ചിട്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം എൻ്റെ പർദ്ദ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായി. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഒരു ചോദിക്കുന്നുണ്ടായിരുന്നു പർദ്ദാൻ്റെ വീഡിയോയുടെ ഒന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ ഇത് ബ്ലാക്ക് അല്ലേ, മറ്റേത് കളറും വന്നു, ഇത് സ്റ്റിച്ചാക്കി അതാണ് എടുത്തത്. അങ്ങനെ പുതിയ പർദ്ദാവും മംഗലത്തിന് പുതിയ പർദ്ദെല്ലാം വരുമ്പോൾ അല്ലേ എന്താ സാരിയും ബ്ലൗസ് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായി. ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സും ചപ്പലും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ആ ഫ്രണ്ട്സാണ് നോക്കും മൈലാഞ്ചിട്ടത്. അങ്ങനെ മൈലാഞ്ചിൻ്റെ ഡേയും വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഭാബ്യ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഭാബ്യ ഭാബ്യാന്ന്. എൻ്റെ ഹെൽപ്പർ വലങ്കൈ മഷാല്ല എൻ്റെ ഭാബ്യാന്ന്. അങ്ങനെ ഉപ്പാപ്പാവും മക്കളും എല്ലാം ഉണ്ട്. ഇത് അളമ്മാൻ്റെ പുള്ളി മക്കളാണ്. അങ്ങനെ വീഡിയോ നോക്കിയിട്ട് ഹായ് എല്ലാം ആക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശരിയല്ലേ പുതിയ ആപ്പിളിൻ്റെ അടുത്ത് രാത്രി ഡ്രസ്സും കൊണ്ട് വരുന്നൊരു ചടങ്ങില്ലേ, അതിനെ ഓർ വന്നിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 12 മണിയെല്ലാം ആയിനിപ്പോൾ. ഓർ വന്നിട്ട് ഓർക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അൽഫാം, മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി, ഫ്രൈഡ് റൈസ്, പിന്നെ ന്യൂഡിൽസ്, പിന്നെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാ ഐറ്റമും ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല അടിപൊളി ജ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ മംഗലത്തിൻ്റെ ഡേ ആണ്. അപ്പോൾ മോളെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? തന്നുവിൻ്റെ ഡ്രസ്സും മിന്നുവിൻ്റെ ഡ്രസ്സും എല്ലാം നല്ല ഉണ്ടെന്ന് മാഷാഅല്ലാഹ് എല്ലാവരും പറയുന്നുണ്ട്. അതിന് കണ്ടിട്ട് ഇതാണ് മിന്നുവിൻ്റെത്, മൈലാഞ്ചിൻ്റെത് വേറെ, ഇത് മംഗലത്തിൻ്റെതാണ്. അങ്ങനെ അടുത്ത പരിപാടിയും നിക്കാഹെല്ലാം കഴിഞ്ഞതാ ചാച്ചാൻ്റെ അവൾ പാലും കൊണ്ടെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ നല്ല ഗ്രീനിൽ മാച്ചാക്കിയിട്ട് കോട്ടെല്ലാം എടുക്കാലിട്ട് അസ്രുവിനും പോയിട്ടാകുമ്പോൾ നമ്മളെ തടിക്ക് അതൊന്നും സെറ്റാവുന്നില്ല. അങ്ങനെ അസ്രു പർപ്പിൾ കളർ കോട്ടാണ് എടുത്തത്. അങ്ങനെ കുറേ നേരം ഒന്നും ഇട്ടിട്ട് അസ്രു കയ്യെല്ലാം ഇടാൻ എന്നിട്ടൊരു ചമ്മലാന്നിട്ടില്ല കുറച്ചൊരു വീഡിയോ ഫോട്ടോ എടുത്തിട്ട് അപ്പം എന്നെ ഇച്ചിനറിഞ്ഞാൽ. അങ്ങനെ മംഗലെല്ലാം കഴിഞ്ഞിട്ട് പുതിയ ആപ്പിളിൻ്റെ അടുത്ത് ഓരോ രാത്രി വരുന്നില്ലേ ഓരോ സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയ ഞാൻ, കാക്കാനോള്, ഭാബി, പിന്നെ
അളമ്മൻ്റെ മോള് എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാം ഒന്നിച്ചിരി കിച്ചണിൽ നല്ല മജയുണ്ടായിരുന്നു മംഗലം ഞാൻ രാത്രി ഉണ്ടാക്കി. പിന്നെ ബാക്കിയുള്ള ഫുഡെല്ലാം പുറത്തുനിന്ന് കൊടുന്നു. മീനോടെ തന്നെ ഫ്രൈ ആക്കി. ഫുൾ ചിക്കന്, പൊറോട്ട, ചപ്പാത്തി അതെല്ലാം പുറത്തുനിന്ന് കൊടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മംഗലം കഴിഞ്ഞിട്ടുള്ളൊരു കാശക്കൊട്ടില്ലേ, ഈ ഷൂവും കുറേ ഡ്രസ്സും കാറിൻ്റെ ഉള്ളിൽ ചോദിക്കണ്ട അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട. മംഗലം കഴിഞ്ഞിട്ട് വന്നതിൻ്റെ പിറ്റേന്നില്ലേ രാവിലെ നമ്മൾ നിസ്കരിച്ചിട്ട് ഉറങ്ങിയത് എണിച്ച പറയോ വൈകുന്നേരം 6 മണിക്ക് ഇടയിലൊരു നിസ്കാരം മാത്രം നടന്നു. ഫുഡാക്കിയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. രാത്രി 12 മണിയാകുമ്പോൾ എല്ലാത്തിനും പഴിച്ചിട്ടില്ലേ മാഗിയും മുട്ട ഓംലേറ്റ് എല്ലാം ആക്കിയിട്ട് കഴിച്ചതാണ് ഞമ്മ. അങ്ങനെ രാത്രിയോളം വൈകുന്നേരമോളം നേരം ഉറങ്ങിയതുകൊണ്ട് സൗണ്ട് എല്ലാം സെറ്റായി. മാഷാ അല്ലാഹ്. ഉറക്ക് കുറഞ്ഞെങ്കിൽ അപ്പം എൻ്റെ സൗണ്ട് പോകും. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.